നിഷരാജ എന്ന് പറഞ്ഞ ലേഡിക്ക് 20 വർഷത്തെ ഈ പ്രസവയാത്ര, ഗർഭം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഈ രക്തസാക്ഷിത്വ യാത്രയിൽ അവസാനം കിട്ടിയ ഈ പ്രാർത്ഥന അവർക്ക് അഭിഷേകമായി. അറിവാണ് നമുക്കെല്ലാവരും കിട്ടുന്നത്. അത് അഭിഷേക വിധിയിലേക്ക് ചെല്ലുമ്പോൾ ആന്തരിക ബോധ്യം കിട്ടും. അറിവിന് ഭൗതിക ബോധ്യമേ കിട്ടത്തുള്ളൂ. അഭിഷേകത്തിന് ആന്തരിക ബോധ്യം കിട്ടും. അപ്പം നിഷാരാജയ്ക്ക് 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷഗണത്തെ സ്ഥിരീകരണത്തിനായി നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ പുരോഹിത വിധി പ്രകാരമുള്ള പ്രാർത്ഥനയിൽ ഇവക്ക് അഭിഷേകമായി. അവളെന്ത് ചെയ്യുന്നറിയാവോ? ഇനി നോക്കണ്ട, ഇനി കുഞ്ഞിനെ കിട്ടിയത് തന്നെ, അമ്മ ഈ ആൾത്താരെ നിനക്ക് കുഞ്ഞിനെ തന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്താനുള്ള തിരിയും മേടിച്ചുകൊണ്ടാണ് ഇവൾ ഇവിടുന്ന് പോണത്. എറണാകുളത്ത് പോയി ജ്ഞാനസ്ഥാനത്തിന് സെറ്റുണ്ടല്ലോ, അതാണ് ആ വിശ്വാസത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇത് അഭിഷേകമായി കഴിയുമ്പോൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വണ്ടി പിന്നെ ഗുജറാത്തിലേക്ക് പോണത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ടാണ് പോണത്. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞെന്ന് അവൾ ബോധ്യപ്പെട്ട് ഈ ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരി അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് അതാണ്. ഇപ്പോൾ മഴ വരാൻ വേണ്ടിയല്ല, അങ്ങനെ ഒരു സംഭവമില്ല. മഴ വരാൻ വേണ്ടി എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഒരു 5 വയസ്സുള്ള കുഞ്ഞ് കുടയും കൊണ്ടുപോയെന്ന്. എന്താണ് മറ്റു മഴ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചതാണ്. പക്ഷെ മഴ വരുമോ ഇല്ലയെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ കൊച്ചിന് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിച്ചത് മഴ വരാനല്ലേ, അപ്പം മഴ വരുമല്ല, അപ്പം കുട വേണ്ടേ. അതുപോലെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? നിന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുമായി അൾത്താരെ കയറാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ഇവർക്ക് അഭിഷേകമായി. അവരെന്ത് ചെയ്ത് ജ്ഞാനസ്ഥാനത്തിൻ്റെ തിരിയും മേടിച്ചുകൊണ്ട് പള്ളി കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൂക്കൾ ചുറ്റിയ തിരിയില്ലേ, നീണ്ടത്തില്ല, അത്രയും വലിയ തിരി, ജ്ഞാനസ്ഥാനത്തിരി, അതും മേടിച്ചുകൊണ്ട് ഇവർ പോയി. അതുപോലെ തന്നെ അവരാഴ്ച പ്രഗ്നൻ്റായി. പക്ഷെ ഇവരറിഞ്ഞില്ല. ഇവർ തിരിച്ച് റാലിക്ക് വരാൻ കാരണം ഇവർ പോയി കഴിഞ്ഞ് ഇവർക്ക് ഒരു ദിവസം രാത്രി ഈ നിഷാരാജയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി. വെച്ചാൽ ഒരു മാതാവ് എല്ലാവർക്കും മക്കളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോരക്കുഞ്ഞിനെടുത്ത് ഇവളുടെ കയ്യിൽ കൊടുത്ത്. അപ്പോൾ അവൾ പറയണത് അത് കൃപാസനം മാതാവ് അല്ല തന്നതെന്നാണ് പറയണത്. കൃപാസനം മാതാവിൻ്റെ ലക്ഷണമൊക്കെയാണ്, പക്ഷെ ഇത്രയും ചെറുപ്പമല്ല. ഒരു പ്രായമുള്ള കൃപാസനം മാതാവാണ് എനിക്ക് ചോരക്കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ അകത്ത് മാത്രമേ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. കൃപാസനം മാതാവ് ഡ്രസ്സുണ്ട്, എല്ലാ കാര്യം ശരിയാണ്. എനിക്ക് കുഞ്ഞിനെ തന്ന കൃപാസനം മാതാവാണ്. പക്ഷേ ഈ കൃപാസനം മാതാവല്ല, അതിത്തിരി പ്രായമുള്ള കൃപാസനം മാതാവ്. ഇത് ഏത് കൃപാസനം മാതാവാണെന്ന് അറിയാൻ പാടില്ലെന്ന്. ഇവള് അതിനുശേഷം തിരിച്ച് റാലിക്ക് വന്ന്, ഇപ്പോൾ നമ്മൾ റാലി തുടങ്ങാൻ പോവുകയാണല്ലേ തിരുവനന്തപുരം. അപ്പോൾ റാലിക്ക് വന്നപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആണ്, ഇവൾക്ക് അറിയത്തില്ലായിരുന്നു. റാലിക്ക് എഴുന്നള്ളിക്കണ കൃപാസനം മാതാവുണ്ട്. അത് നോക്കിയപ്പോൾ ഇവിടെ കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഈ മാതാവാണ് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്ഥിരീകരണമാണത്, സംഭവം സ്ഥിരീകരണമാണ്. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇടയ്ക്കൊരു ആ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഇടയ്ക്ക് എന്തോ കുഞ്ഞിന് ഒരു അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അതായത് കുഞ്ഞിൻ്റെ 7-ാം മാസം കുഞ്ഞിൻ്റെ ലങ്സ് ഉറക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് തള്ളക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, അയാൾ ഉപവാസത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ നിങ്ങളെന്താ ഓരോരുത്തരുമേ ദൈവതിരുസന്നിധിയിൽ ദൈവത്തെ സീരിയസ് ആയിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത്. അല്ല വല്ലതും കൊണ്ട് വല്ലതൊക്കെ കാണിച്ച് വെച്ച് ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുത്. ശരിക്കും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികൾ നീ നോക്കണം. അപ്പോൾ ഭാര്യയ്ക്ക് ബ്ലീഡിങ് ആണെന്ന് കണ്ടപ്പോൾ ഭർത്താവ് 100 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയും
ഒരു നേരം ഉപവാസം. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിന് തോന്നുന്നു നമ്മൾ സീരിയസ് ആണെന്ന്. നമ്മൾ ഒക്കട്ടെ കിട്ടിയ കൂട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒപ്പിച്ചുണ്ടാക്കാൻ പോകുമ്പോഴാണ് ഉടമ്പടി തിരിച്ചടിക്കണത്. അത് ദൈവത്തിനെ പരീക്ഷിക്കണമല്ലേ. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയവാസം പോലെ നിങ്ങൾ ചിലത് ചെയ്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴും അതിൻ്റെ അത് ചിലത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരെണ്ണം ചെയ്തില്ലെങ്കിൽ എല്ലാം ചെയ്യാത്തതുപോലെ വരും. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ നിങ്ങൾ റീഡിങ്ങിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്ങിന് മൊത്തം IELTS തോറ്റ പോലെയായി. IELTS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റീഡിങ്ങിന് നിങ്ങൾ തോറ്റു, ബാക്കി സ്പീക്കിംഗ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റതുപോലെയായി. അതുകൊണ്ട് നിങ്ങൾക്ക് കയറിപ്പോകാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സൗകര്യപ്പെടാത്ത ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് മാറ്റിവെക്കുമ്പോൾ ഇത് മൊത്തം ചെയ്യാത്തതുപോലെ. കാര്യം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ചെയ്യാൻ വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ലക്ഷക്കണക്കിന് മനുഷ്യർ പരീക്ഷിച്ച് വിജയിച്ച ഒരു ദൈവിക പദ്ധതിയാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യകാലങ്ങളൊക്കെ ചിലപ്പോൾ ഉടമ്പടി അത്ര അറിവില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ തിരുത്തുമ്പോൾ നിങ്ങൾ ഉടനെ അത് തിരുത്തി അതൊരു ഉടമ്പടി ഒരു വികാരമാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും വേറെ ഒരു പ്രശ്നവും ഉടമ്പടിയിലില്ല. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആണെന്ന് ദൈവത്തിന് ഒന്ന് മനസ്സിലായാൽ മതി. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഉടമ്പടി നിങ്ങൾക്ക് ചിലർക്ക് ഫലിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉടമ്പടി ചെയ്വനകൾ ദൈവത്തിന് നിങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായിട്ടില്ല. കാര്യം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അതാണ് കുഴപ്പം. അത് സീരിയസ് ആയിട്ടാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ഇപ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി മകളെ അമ്മ ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വിഭജിക്കാനൊന്നും പറ്റത്തില്ല. ഉടമ്പടി പേഴ്സണാണ് എടുക്കുന്നത്, വ്യക്തിയല്ല എടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ആരാണ് ഉടമ്പടി എടുക്കുന്നത് ആ വ്യക്തിക്കാണ് ദൈവത്തോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം? ഉറപ്പായ ഒരു കാര്യത്തിന് ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലായിരിക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്. ഇപ്പം ഇത് മനുഷ്യനാണെങ്കിൽ ദൈവത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ മനുഷ്യൻ ഈശോ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ലേ? ഈശോയോട് ഒരു ചോദ്യം ഈശോയോട് ചോദിച്ചത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് ഈശോയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഈശോ അതിന് ഉത്തരം പറയും. പിന്നെ ഈശോയെ കണ്ടപ്പോൾ വേറെ ഒരുത്തൻ ചോദിച്ചു, സ്വർഗരാജ്യത്ത് വലിയവനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ഈശോയോട് ചോദിച്ചു. വേറെ ഒരുത്തൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണ്. 6:28 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യം കേട്ടില്ലേ? ഒന്ന് പറഞ്ഞ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നവരല്ല. പിന്നെ ആരാണ്? അതാണ് ദൈവഹിത. 6:28.
എന്ന് പറഞ്ഞ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഈശോ ഒരു ഉത്തരം അതിന് പറയും. എന്താണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി? വായിച്ചത് യേശു മറുപടി പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിത അനുസരിച്ചുള്ള പ്രവൃത്തി. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യ അൾത്താരയിൽ രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് വന്ന് നിൽക്കുവാൻ തന്ന യേശപ്പച്ചനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ, ഏഴംകുളം, തൊടുവക്കാട് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവത്തിൽ നിന്ന് ഞങ്ങൾ വരുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങൾക്ക് 16/6/2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് മറിയാമ്മ രാജു. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് മത്തായി രാജു. മകൻ്റെ പേര് മെബിൻ മത്തായി രാജു. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെയിലേക്ക് കൈമാറുന്നു. സ്ത്രീയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, എനിക്ക് 5 വർഷം കൊണ്ട് ബാക്ക് പെയിൻ ആയിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ചൊവ്വേന്നേരം ഒരു ജോലി ചെയ്യാനോ നടക്കാനോ വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് ഉടമ്പടി എടുത്ത്, എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തു, മോനും ഉടമ്പടി എടുത്തായിരുന്നു. എനിക്ക് ഉടമ്പടി തൈലം പൂശുകയും ഈ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം വളരെ കുറവുണ്ട്. ഒരു 85% ഇപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ കുറവുണ്ട്. അതിന് മാതാവിനും ദൈവകുമാരനും നന്ദി പറയുന്നു. അതുപോലെ 18 വർഷമായി എൻ്റെ സഹോദരൻ എന്നോട് പിണങ്ങി കഴിയുമായിരുന്നു. പല പ്രാവശ്യവും ഞാൻ രമ്യതയിലാകാൻ പോയിട്ടൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് ക്ഷമയൊക്കെ ചോദിച്ചു. ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കഴിയുകയാണ്. ഇതുകൂടാതെ ഞങ്ങൾക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭവനത്തിൽ നിന്ന് അമ്മയോട് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് സാധിക്കാതെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് മോൻ്റെ കാര്യം മോൻ പറയും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മെബിൻ. ഞാൻ 2023 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഡിസംബർ 26-ാം തീയതി 2023 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ UK പോവുകയായിരുന്നു. സോ അവിടുത്തെ ഉണ്ടായ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ UK വന്നതിൻ്റെ 2-ാം മാസം എനിക്ക് ഇമെയിലൊരു സന്ദേശം വന്നു. അതായത് നിൻ്റെ അക്കൗണ്ടെല്ലാം ഹാക്കായി. അപ്പോൾ അവരൊരു വലിയ തുകയാണ് ആവശ്യപ്പെട്ടത്. എനിക്കത് വിഷമവും എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഉടനടി ഞാൻ വീട്ടിൽ വിളിച്ച് പറയുകയും അമ്മയും ഉപ്പയും പറയുകയും ചെയ്യുക, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പരിശുദ്ധ അമ്മയും കൃപാസന മാതാവും നിന്നോട് കൂടെയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക. അവർ പിറ്റേ ദിവസം രാവിലെ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരൂപം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെയായിട്ടും അവിടെ നിന്ന്, അതായത് ഹാക്ക് ചെയ്ത ആൾ പിന്നെ മെസ്സേജ് അയച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ അക്കൗണ്ട് റിക്കവർ ആവുകയും ചെയ്തു. രണ്ടാമത്തേന്ന് വെച്ചാൽ എനിക്ക് UK ബസിലിക്ക പള്ളി, വാൾസിംഗ്ഹാം ബസിലിക്ക പള്ളിയിൽ കത്തോലിക്ക പള്ളിയുടെ അഭിമുഖത്തിലുള്ള പദയാത്രയിൽ അമ്മയോടും ഈ തിരുക്കുമാരൻ്റെ കൂടെയുള്ള പേടകം വഹിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന് നന്ദി പറയുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് നല്ലൊരു പാർട്ട് ടൈം ജോബ്, അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഹൈജീൻ ഓപ്പറേറ്റീവായിട്ട് എനിക്ക് നല്ലൊരു പാർട്ട് ടൈം ജോബ് കിട്ടുകയും ചെയ്തു. അത് അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മൂന്നാമതായിട്ട് ഞാൻ UK പഠിക്കാനാണ് പോയത്. എൻ്റെ ഒരു സെമ്മിൽ ഒരു മൊഡ്യൂൾ ഫെയിൽ ആവുകയുണ്ടായി. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാനത് പ്രാർത്ഥിക്കുകയും പിന്നെ മുട്ടിപ്പയന്ന് പ്രാർത്ഥിക്കുകയും പപ്പയമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയുകയും അച്ഛൻ വീണ്ടും ഒരു കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
അതിൻ്റെ റീടെസ്റ്റ് നടക്കുകയും അതിൽ ഞാൻ ഉപ്പും തൈലവും എല്ലാം എക്സാം ഹാളിൽ കൊണ്ടുപോവുകയും കാശുരൂപം കൊണ്ടുപോവുകയും അവിടെ ആ ഡെസ്കിൻ്റെ കാര്യങ്ങളെല്ലാം വിടറി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആദ്യത്തെക്കാട്ടിലും രണ്ടാമത്തെ എക്സാമിന് നല്ല മാർക്കോട് കൂടി ജയിക്കാൻ സാധിച്ചു. ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കുവാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ തന്നു. അതുപോലെ തന്നെ അതിൻ്റെ കോൺവൊക്കേഷൻ എന്ന് പറയുന്നത് മാതാവിൻ്റെ ജന്മപ്പെരുന്നാളായ സെപ്റ്റംബർ 8-ാം തീയതി തന്നെയായിരുന്നു. അതാകുമ്പോൾ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നാലാമത്തെയാണ് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് നമ്മൾ PSWക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ അപ്ലൈ ചെയ്തു. ചിലവർക്കാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കിട്ടി, ചിലർക്ക് 5-ാം ദിവസം തന്നെ കിട്ടി, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടി. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഒരു മാസമായിട്ടും അവിടെ നിന്നൊരു മെയിലോ ഒരു കാര്യങ്ങളും എനിക്കൊരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ പിറ്റേ മാസമായിരുന്നു മെയ് മാസം, വണക്കമാസം. അപ്പോൾ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മെയ് 10-ന് തന്നെ 10-ാം തീയതിയിലുള്ള നിയമത്തിൽ എൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുകയും കറക്റ്റ് മെയ് 10 രാവിലെ ഒരു 5:45 ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പം എനിക്ക് PSW ഗ്രാൻഡ് ആകുകയും 2 വർഷത്തേനുള്ള വിസ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ അന്ന് ഉച്ച തന്നെ ആയപ്പോഴത്തേക്കും എനിക്കൊരു വേറൊരു സ്ഥലത്ത് നല്ലൊരു ഫുൾ ടൈം ജോബ് കെയറായിട്ട് കിട്ടുകയും ചെയ്തു. മാധവനോട് തിരുക്കുമാരനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ അടുത്ത ജനുവരിക്ക് വേണ്ടിയിട്ട് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് 4 ആഴ്ചകളായിട്ട് ഇതുവരെയായിട്ടും അതിൻ്റേതായ റിപ്ലൈയും കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഈ ഒക്ടോബർ മാസമായപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അഖണ്ഡ ജമാല റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ആ സമയത്ത് ഞാനാണെങ്കിൽ മാനേജറിനടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്രാം തീയതി ഈ 10-ാം തീയതിക്ക് എനിക്ക് ഒരു മാസത്തിന് ലീവ് തരാൻ പറ്റുമോ? അങ്ങനെ ആർക്കും കൊടുക്കാത്തതാണ്. ജനുവരി ആകുമ്പോഴത്തേക്കും 4 മലയാളികളും ഒരേ സമയത്ത് ലീവ് എടുത്തതാണ്. എന്നിട്ട് നിനക്ക് നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ 2-ാമത്തെ ദിവസം എനിക്കൊരു മെയിൽ വന്നു, അതായത് നിനക്ക് ലീവ് സാങ്ഷൻ ആയിട്ടുണ്ട്, നിനക്ക് നാട്ടിൽ പോകാമെന്നുള്ളത്. അപ്പോൾ എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ട് ഈ സാക്ഷ്യം പറയാനും ജമാല റാലിയിൽ പങ്കെടുക്കാനും ഒരുപാട് വലിയ ഭാഗ്യം തന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അമ്മയോട് തിരുക്കുമാരോടും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് ഓരോ മാസവും അനാഥാലയം സന്ദർശിക്കും. പിന്നെ ഓട്ടിസമുള്ള ഒരു 10-25 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ അമ്മയുടെ കയ്യാകുന്ന പത്രം വാങ്ങിച്ച് ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും അവരോട് കുറേ സമയം എൻ്റെ അനുഭവം പറഞ്ഞു കൊടുത്ത് അവരെ പ്രാർത്ഥിക്കും, തൈലം തൊട്ട് പ്രാർത്ഥിക്കും, ഉപ്പ് കൊടുക്കും. ഞാൻ നേർച്ച വസ്തുക്കളും കാശുരൂപമായിട്ടാണ് പോകുന്നത്. പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ കാണും. ഞാൻ എപ്പോൾ ചെന്നാലും ആരെയും കുറേ പഠിച്ച കുട്ടികൾ കാണും, അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഈ പത്രം കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വീട്ടിൽ വന്ന് എനിക്ക് പ്രയർ റൂമുണ്ട്, അമ്മയുടെ രൂപം ഞാൻ വെച്ചിട്ടുണ്ട്, പ്രയർ പ്രത്യേകമായിട്ട് അമ്മയുടെ പ്രാർത്ഥനാമുറിയുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ പത്രത്തിലും വിശ്വാസപ്രമാണം ചൊല്ലി ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്താവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പും തൈലവും തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഓരോ പത്രത്തിലും പ്രത്യക്ഷ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഓരോ പത്രത്തിനകത്ത് വെച്ചാണ് കൊടുക്കുന്നത്. ഞാൻ പറയും, അമ്മേ ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്താവുള്ളൂ, ഒരു പത്രം പോലും തിരിച്ചുകൊണ്ട് അമ്മേ അനുവദിക്കല്ലേ, അമ്മ കൂടെ വരും. അതുപോലെ അഖണ്ഡ ജമാലയിൽ എൻ്റെ ഭവനത്ത് അഖണ്ഡ ജമാല നടന്നു 12 പേരാണ് ഒരു കൂടും. ഈ മക്കളെ അമ്മയെ കാണിച്ചു തന്നത്. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമ്പോൾ പ്രയാസമായിട്ട് നിൽക്കും, അവർക്ക് ചേച്ചി എനിക്ക് മേളിലോട്ട് പിന്നെ വാർഡിൽ പോകാൻ അറിയത്തില്ല, അപ്പം ഞാൻ നിൽക്കും, ഞാൻ കൊണ്ടുപോകാം, ഞാൻ പൈസ കൊടുക്കും, ടിക്കറ്റ് കൊടുക്കും, അവരെ കൊണ്ടുപോയിട്ട് ഓരോ ഈ മക്കളെ എല്ലാം കാണിച്ചത് എനിക്ക് ഈ അമ്മയാണ്. എൻ്റെ അഖണ്ഡ ജമാൽ പങ്കെടുക്കുന്നത് ഒരു വചനം എപ്പോഴും എൻ്റെ വരും. യെശയ്യാ 54:8 വചനമാണ്, 54:5. നിനക്ക് അജ്ഞാതമായ ജനങ്ങളെ നീ വിളിച്ചുകൂട്ടും, നിനക്ക് അജ്ഞാതമായ ജനങ്ങളെ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനത്തിൻ്റെ അടുക്കലോടും. അതിനാൽ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പക്ഷം നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ആ വചനമാണ് എൻ്റെ എപ്പോഴും. വീണ്ടും ഒരു വചനം പറയും, ജെറമിയ 15:20. ഈ ജനത്തിന് മുൻപിൽ നിന്നെ ഒരു പിത്തളക്കോട്ടയായിട്ട് ഞാൻ ഉയർത്തും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ വിജയിക്കുകയില്ല, എന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോടുണ്ട് കർത്താവ് വിളിച്ചു. വീണ്ടും ഒരു വചനം കൂടെ, സങ്കീർത്തനങ്ങൾ 89:34 തിരുവചനം, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. വീണ്ടും അഖണ്ഡ ജമാൽ പങ്കെടുക്കുമ്പോൾ നീലത്തിരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട രൂപം പല പ്രാവശ്യം വരും. വേണ്ട എൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കാണിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നിന്ന യേശുപ്പച്ചനും അമ്മയ്ക്കും
കോടാനുകോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ സമയക്കുറവ് പോലെ നിർത്തുന്നു. ആദ്യമായി അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ ജോബി. ഞാൻ ചെങ്ങളം സെൻറ്റ് ആൻ്റണീസ് ഇടവയിൽ നിന്നും വരുന്നു. ഞാൻ 16 വർഷമായി സൗദി അറേബ്യയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. അവിടെ ജോലി ചെയ്യുന്നതിന് ഓരോ വർഷവും നമ്മൾ കോൺട്രാക്റ്റ് പുതുക്കേണ്ടതുണ്ട്. അങ്ങനെ 2025 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ കൊടുത്തു. പക്ഷേ 3 മാസമായിട്ടും അത് പുതുക്കി കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ HR മാനേജർ വിളിച്ചു പറയുന്നു എന്നോട്, നിനക്ക് ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ സാധിക്കില്ല, കാരണം നിൻ്റെ ജോബ് ടൈറ്റിൽ പ്രോബ്ലമാണ്. അതുകൊണ്ട് നീ വിത്തിൻ 1 വീക്കിനുള്ളിൽ MOHൻ്റെ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജനറൽ നേഴ്സായ ഞാൻ എങ്ങനെ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് എക്സാം എഴുതും എന്ന് ആലോചിച്ചു. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ആ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് എക്സാം സാധാരണ BScക്കാരാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ HR മാനവരോട് ചോദിച്ചു, സാർ ഞാനൊരു ജനറൽ നേഴ്സിംഗാണ്, എങ്ങനെ ഞാൻ ഈ പരീക്ഷ എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റുഡൻസൊക്കെ പാസ്സാകുന്നത് നീ കാണുന്നില്ലേ, നിനക്ക് പാസ്സാകാൻ കഴിയും, നീ അവരോട് ടെക്സ്റ്റ് ബുക്ക് പോയി ചോദിച്ച് വാങ്ങി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഈ പരീക്ഷ എഴുതണ്ടെന്ന് ആയിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ എൻ്റെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നീ മാതാവിനോട് പോയി പ്രാർത്ഥിച്ച് നീ പരീക്ഷ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൃപാസനം ഉടമ്പടിയിലെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ഓൺലൈനായി കൃപാസന ഉടമ്പടി ഓഗസ്റ്റിൽ എടുക്കുന്നു. അങ്ങനെ ഞാൻ നിരന്തരം കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് എക്സാം ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ എക്സാം എഴുതാനായി പോകുന്ന വഴിയിൽ ഞാൻ ചിന്തിച്ചു, മാതാവേ, സാക്ഷ്യത്തിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും കൃപാസനത്തിലെ ഉപ്പും തൈലവും കാശുരൂപവും ഒക്കെ കൊണ്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, ഞാൻ മാതാവിനെ മാത്രം കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എക്സാമിനായിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരി വന്നായിരുന്നു. അവളുടെ കഴുത്തിൽ കിടക്കുന്ന കാശുരൂപം ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ കഴുത്തിലേക്ക് ഇട്ട് തന്നു. ചേച്ചി ഇത് കൊണ്ടുപോയിക്കോ, ഇത് പിടിച്ച് ചേച്ചി പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓരോ ക്വസ്റ്റ്യനും മാതാവിനെ കാശുരൂപം പിടിച്ച് പരീക്ഷ എഴുതി. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പരീക്ഷ വളരെ വിഷമമായിരുന്നു. എനിക്കറിയാം എന്നെക്കൊണ്ട് ഈ പരീക്ഷ പാസ്സാകാൻ കഴിയുകയില്ലെന്ന്. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. പിന്നെ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ജോസഫ് അച്ഛൻ്റെ പ്രേയറും എല്ലാം നിരന്തരം അതുമാത്രം കണ്ടുകൊണ്ടിരുന്നു. 1 മാസമായി ഞാൻ മൊബൈൽ വേറൊന്നിനും ഓപ്പൺ ആക്കിയിരുന്നില്ല. ഈ പ്രേയറും ഈ സാക്ഷികളും കൂടാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരുന്നു. അനുഗ്രഹമെന്ന് പറയട്ടെ, മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എക്സാം പാസ്സായി. അതേ ദിവസം തന്നെ എൻ്റെ കോൺട്രാക്റ്റും റിന്യൂവായി, വിത്ത് പ്രൊമോഷനോടുകൂടി, വിത്ത് നല്ല സാലറിയോടുകൂടി എനിക്ക് ആ ജോലി തിരിച്ചു കിട്ടി. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ അടുത്തൊരു കാര്യം, ഇവിടെ ഞാൻ യൂട്യൂബിൽ കണ്ടു, ഒക്ടോബർ 25-ാം തീയതി ഇവിടെ ജപമാല റാലി ഉണ്ടെന്ന്. പക്ഷേ അതെനിക്ക് കൂടണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ കൂടുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ലീവില്ല. HR മാനേജറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ലീവ് 3 മാസമായി ക്യാൻസലായി പോയി കാണും, നിനക്കിനി അടുത്ത വർഷമേ പോകാൻ കഴിയുകയുള്ളെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേപ്പറിൽ ഒക്ടോബർ 25 എന്ന് എഴുതിയിട്ടു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആര് എൻ്റർ ചെയ്തിട്ടും വെക്കേഷൻ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ തന്നെ ഒരു ഡേറ്റ് ഇട്ട് വെക്കേഷൻ എൻ്റർ ചെയ്തു. അത് അപ്പോൾ തന്നെ അക്സെപ്റ്റ് ആകുകയും ചെയ്തു. അതെങ്ങനെ ആ ലീവ് അവിടെ വന്നെന്ന് എനിക്കറിയത്തില്ല. HR മാനേജറും പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല, കാരണം നിൻ്റെ ലീവ് ഓൾറെഡി കട്ട് ചെയ്തതിൻ്റെ സമയം കഴിഞ്ഞിരുന്നു.
നിനക്ക് ഇത് എൻട്രി ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ അത്ഭുതമാണ്, നീ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമെന്നുകൂടി എനിക്കറിയത്തില്ലായിരുന്നു. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ലീവില്ലാത്തതിനാൽ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. കൂടാതെ ഒക്ടോബർ 25-ാം തീയതി എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ സൗദി അറേബ്യയിലായിരുന്നുകൊണ്ട് അതിനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞാനൊരു നേഴ്സായിരുന്നത് കൊണ്ട് രോഗികളോടെല്ലാം നന്നായി പെരുമാറാനും അവർ വിളിക്കുമ്പോഴേ അറ്റൻഡ് ചെയ്യാനും എനിക്ക് കഴിഞ്ഞു. നേരത്തെ എനിക്ക് ഒരുപാട് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷേ ഇപ്പോൾ എനിക്ക് ദേഷ്യമോ ഒന്നുമില്ല. എപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും എനിക്ക് സാധിക്കുന്നു. നേരത്തെ ഞാൻ കുടുംബ പ്രാർത്ഥന ചിലപ്പോഴൊക്കെ ചെല്ലുകയില്ലായിരുന്നു, എനിക്ക് ചെല്ലാൻ തോന്നത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. പിന്നെ അവിടെ ആയതുകൊണ്ട് എനിക്ക് കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഉള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ ഹസ്ബൻഡ് മുഖേന ഞാൻ ചെയ്തു. ഇന്ന് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. പത്രം ഇന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്, 3 കെട്ട് പത്രം വാങ്ങിച്ചു, അതിന് കൊടുക്കണം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ.